നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 42 UAPA കേസുകൾ പിൻവലിച്ചേക്കും. DGP അധ്യക്ഷനായ വിദഗ്ധ സമിതി ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകി. ചെമ്പ്ര എസ്റ്റേറ്റ് ലോക്കൌട്ട് പ്രശ്നം വയനാട് MLA മാർ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് IC ബാലകൃഷ്ണൻ. ഉപരോധ സമരം നാളെയും തുടരും. സാത്താൻ സേവയ്ക്കെതിരെ ഗവൺമെന്റും പൊതുസമൂഹവും അതിജാഗ്രത പാലിക്കണമെന്ന് രാഹുൽ ഈശ്വർ. വയനാട് ന്യൂസ് അന്വേഷണം. തൊണ്ടർനാട് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം, 80ഓളം പേർ ചികിത്സ തേടി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. പച്ചവെള്ളത്തിൽ പരക്കെ മനുഷ്യമാലിന്യം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ നിർദ്ദേശം. ആദിവാസി വൃദ്ധ ദമ്പതികൾക്ക് സഹായഹസ്തവുമായി ജനതാദൾ S. നടപടി സഹായിക്കാൻ ആളില്ലാതെ നരകിക്കുന്ന പണിയ ദമ്പതികളെക്കുറിച്ചുള്ള വയനാട് ന്യൂസ് വാർത്തയെ തുടർന്ന് വിപരീത സാഹചര്യങ്ങളിലും ജില്ലയിൽ നെൽകൃഷിയിൽ വൻ വർധന. 150 ഏക്കർ തരിശു നിലങ്ങളിൽ അധിക നെൽകൃഷി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വിവിധ കേസുകളിൽ ചുമത്തിയ UAPA പിൻവലിക്കാൻ തീരുമാനം. DGP അധ്യക്ഷനായ സമിതി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിന് കൈമാറി. സമിതി പരിഗണിച്ച 162 കേസുകളിൽ 42 കേസുകളാണ് ഉടൻ പിൻവലിക്കുക. റിപ്പോർട്ടിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിച്ചാലുടൻ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ നിലപാട് കോടതിയെ അറിയിക്കും. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത് പോസ്റ്റർ ഒട്ടിച്ചവർ, ദേശീയ ഗാനത്തെ അപമാനിച്ചവർ, മാവോയിസ്റ്റ് പ്രവർത്തകർക്ക് സഹായം നൽകൽ, ദേശവിരുദ്ധ സംഘടനകളിലേക്ക് റിക്രൂട്ടിംഗ് ഏജന്റുമാരായി പ്രവർത്തിച്ച വ്യക്തികളും പ്രസ്ഥാനങ്ങളും തുടങ്ങിയവർ സമിതി തിരഞ്ഞെടുത്ത 42 കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. സിനിമാ പ്രവർത്തകൻ നദീർ, മാവോയിസ്റ്റ് നേതാവ് രാവുണ്ണി, പീസ് സ്കൂൾ എന്നിവരുടെ കാര്യത്തിലും തീരുമാനം വ്യക്തമാകാനുണ്ട്. 2016 മാത്രം 50 UAPA കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. IS അടക്കം ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയ കേസും ഇതിൽപ്പെടും. പിൻവലിക്കുന്ന കേസുകളിൽ തീവ്ര ഇടത് സംഘടനകളും മതമൗലികവാദ ഗ്രൂപ്പുകളും ഉൾപ്പെട്ടവ ഉൾപ്പെടുമോ എന്ന ആശങ്ക ചില കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം അനാവശ്യമായി ചില കേസുകളിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം ആരോപിച്ച UAPA ചുമത്തിയതിനെതിരെ LDF-ൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിരുന്നു. UAPA ചുമത്തിയത് പുനഃപരിശോധിക്കാൻ ഗവൺമെന്റ് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്ത കേസുകൾ പരിശോധിക്കാനാണ് DGP അധ്യക്ഷനും നിയമവിദഗ്ധർ അംഗങ്ങളുമായ സമിതിയെ ചുമതലപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ചെമ്പ്ര എസ്റ്റേറ്റ് ലോക്കൌട്ട് വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് IC ബാലകൃഷ്ണൻ MLA. ലോക്കൌട്ട് പിൻവലിച്ച് തൊഴിലാളികൾക്ക് ജോലി നൽകാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറ്റുമെന്നും IC ബാലകൃഷ്ണന്റെ മുന്നറിയിപ്പ്. തൊഴിലാളി സമരത്തിന് DCCയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും MLA പറഞ്ഞു. ചെമ്പ്ര എസ്റ്റേറ്റ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നേതൃത്വത്തിൽ മേപ്പാടി കോട്ടപ്പടി വില്ലേജ് ഓഫീസ് ഉപരോധ സമരം 2ാം ദിവസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു IC ബാലകൃഷ്ണൻ MLA. ഈ മാസം 25-ന് തുടങ്ങുന്ന സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിൽ വയനാട്ടിലെ 3 MLA-മാരും ചേർന്ന് ചെമ്പ്ര വിഷയം ഉന്നയിക്കും. പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെടുമെന്ന് IC ബാലകൃഷ്ണൻ പറഞ്ഞു. ഈ സമരത്തിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണയുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ സമരത്തിനുണ്ടെന്ന് DCC അധ്യക്ഷൻ കൂടിയായ ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രശ്നം തീർത്ത് എസ്റ്റേറ്റ് തുറക്കാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ലെങ്കിൽ സമരത്തിന്റെ സ്വഭാവം മാറുമെന്ന് MLA അറിയിച്ചു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് ഇവിടുത്തെ യൂണിയൻ നേതാക്കളുടെയൊക്കെ അഭിപ്രായമനുസരിച്ച് ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തി ഗൗരവത്തിൽ ചർച്ചകൾ നടത്താൻ ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയമില്ലാത്ത സമരമാണിത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ തൊഴിലാളി യൂണിയനും ഒരുമിച്ച് നിൽക്കുന്ന സമരമാണിത്. ഇതൊരു രാഷ്ട്രീയ മര്യാദ, ഇവിടുത്തെ രാഷ്ട്രീയ നമ്മൾ കാണിക്കുന്ന ഈ സമരം ജനാധിപത്യ രീതി നടത്തുന്ന സമരം അടിച്ചമർത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും കരങ്ങൾ ഉയർന്നാൽ ആ കരങ്ങളെ അടിച്ചു തകർത്തുകൊണ്ട് തൊഴിലാളി പ്രശ്നം പരിഹരിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. അതാണ് ഈ സമരത്തിന്റെ വിജയമെന്നുള്ളതിൽ തർക്കമില്ല. 2ാം ദിവസം സമരത്തിന്റെ ഉദ്ഘാടന വേദിയിൽ തൊഴിലാളിയായ സാബു അധ്യക്ഷനായിരുന്നു. ഉപരോധ സമരം അതിശക്തമായി ഇന്നും തുടർന്നു. സ്കൂൾ പ്രവേശനവും മറ്റുമായി ബന്ധപ്പെട്ട് വിവിധ സർട്ടിഫിക്കറ്റുകൾക്കും മറ്റുമായി വില്ലേജ് ഓഫീസിലെത്തിയ നിരവധി ആളുകൾക്ക് നിരാശരായി തിരിച്ചു പോകേണ്ടി വന്നു. വില്ലേജ് ഓഫീസ് പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്.
ഉപരോധ സമരം നാളെയും തുടരും. കാലത്ത് 10 മുതൽ വൈകിട്ട് 5 വരെ സമരത്തിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾക്ക് സമരസമിതിയുടെയും സഹായ സമിതിയുടെയും നേതൃത്വത്തിൽ ഉച്ചഭക്ഷണം സ്ഥലത്ത് തന്നെ പാകം ചെയ്തു നൽകി. വയനാട് ന്യൂസ്, മേപ്പാടി. കേരളത്തിൽ കൊച്ചി കേന്ദ്രമായി ശക്തി പ്രാപിച്ചു വരുന്ന സാത്താൻ സേവയ്ക്കെതിരെ പൊതുസമൂഹവും ഗവൺമെന്റും അതിജാഗ്രത പുലർത്തണമെന്ന് പ്രമുഖ സാംസ്കാരിക ആധ്യാത്മിക പ്രഭാഷകൻ രാഹുൽ ഈശ്വർ. അന്ധകാരത്തിലേക്കും ആത്മനാശത്തിലേക്കുമല്ല, വെളിച്ചത്തിലേക്കും നന്മയിലേക്കുമാണ് നമ്മൾ സഞ്ചരിക്കേണ്ടതെന്നും രാഹുൽ ഈശ്വർ വയനാട് ന്യൂസിനോട് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു മാധ്യമ നിലയിൽ നിങ്ങൾ റേസ് ചെയ്തിട്ടുള്ളത്. സാത്താൻ വർഷിപ്പ്, സാത്താൻ കൾട്ടുകൾ അല്ലെങ്കിൽ ആഭിചാരക്രിയകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ദുർമന്ത്രവാദം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കൾട്ടുകൾ എല്ലാ വിഭാഗങ്ങളിലും ഡെവലപ്പ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് വയനാട് പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് കൊച്ചിയാണ്. അതിനെക്കുറിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് വന്നിരുന്നു. എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളും ആത്മീയാന്വേഷണങ്ങളും നല്ലതാണ്, പക്ഷേ നെഗറ്റീവായ വഴികളിലേക്ക് പോകുന്നത് ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ തകർച്ചയിലേക്കേ നയിക്കും. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളിൽ പോകരുത്. ഗവൺമെൻറ് ഈ രംഗത്തെക്കുറിച്ച് ഒരു പഠനം നടത്തണം. ഞാൻ പാരാസൈക്കോളജിയാണ് എൻ്റെ വിഷയം, പക്ഷേ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു ഏരിയയാണ്. അത് അറിവില്ലാത്തവർ അതിൽ പെട്ടുപോയാൽ ഒരുപാട് തെറ്റായ കർമ്മങ്ങളിലും ക്രിയകളിലും പോകും. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ അവയർനെസ്സും സർക്കാർ നടപടിയും എടുക്കണം. പ്രണയവിവാഹം കഴിച്ചതിന്റെ പേരിൽ സമുദായം വിലക്കേർപ്പെടുത്തിയ മാനന്തവാടി എരുമത്തെരുവിലെ അരുണിനും സുകന്യയ്ക്കും പിന്തുണയുമായി മാനന്തവാടി MLA OR കേളുവും നഗരസഭാ ചെയർമാനും സമുദായ വിലക്ക് പിൻവലിക്കണമെന്ന് നേതാക്കൾ. സമുദായത്തിന്റെ വിലക്ക് പിൻവലിക്കണമെന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ നടത്തുമെന്നും MLA പറഞ്ഞു. ജാതിയുടെ പേരിലുള്ള വിലക്ക് ഉത്തരേന്ത്യൻ സംസ്കാരമാണെന്നും ഇത് കേരളത്തിലെത്തിയിരിക്കുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്നുവെന്നും MLA പറഞ്ഞു. കാര്യങ്ങൾ പാടില്ലാത്തതാണ്. ഒരു സാംസ്കാരികമായി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഇങ്ങനെയൊന്നും പാടില്ലാത്തതും അല്ലെങ്കിൽ കേൾക്കാനും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ഏതായാലും ഒരു മോശമായിട്ടുള്ള ഒരു സമീപനമാണ് അവരുടെ സമുദായം സ്വീകരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. സംബന്ധിച്ച് അവർക്ക് ഒരു ഫ്രീഡം തീർച്ചയായിട്ടും ആവശ്യമാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗം PV സഹദേവൻ, ഏരിയ സെക്രട്ടറി KM വർക്കി മാസ്റ്റർ എന്നിവരും MLAയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. വയനാട് ന്യൂസ്, മാനന്തവാടി. തൊണ്ടർനാട് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു. ഇതുവരെ 80ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ നിർദ്ദേശം. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ. കഴിഞ്ഞ മാസം 28-നാണ് തൊണ്ടർനാട് പഞ്ചായത്തിലെ കോറോത്ത് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തത്. രോഗം വന്നുകഴിഞ്ഞാൽ പകർച്ച 1 മാസത്തോളം തുടരുമെന്നതിനാൽ മഞ്ഞപ്പിത്തം പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ ഈ മാസം അവസാനം വരെ കാക്കേണ്ടി വരും. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, സ്വകാര്യ ആശുപത്രി, വയനാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ്, വയനാട് ജില്ലാ ആശുപത്രി, വിവിധ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ, സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലായി 80ഓളം പേരാണ് തൊണ്ടർനാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചികിത്സ തേടിയത്. ഒരാൾ മരണമടഞ്ഞെങ്കിലും കരൾ രോഗബാധയായിരുന്നു മുഖ്യ കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. കോറോൺ ടൗണിലെ ഒരു കൂൾബാറാണ് രോഗത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് കണ്ടെത്തിയിരുന്നു. മനുഷ്യമാലിന്യം കലർന്ന് രോഗാതുരമായ ജലം ഉപയോഗിച്ച് ശീതളപാനീയങ്ങൾ കഴിച്ചവർക്കാണ് ആദ്യം രോഗം പിടിപെട്ടത്. ശീതളപാനീയ വിൽപ്പന കേന്ദ്രങ്ങൾ അധികൃതർ അടപ്പിച്ചു. കടുത്ത വേനലിനെ തുടർന്ന് പഞ്ചായത്തിലെ മിക്ക കിണറുകളിലും വെള്ളം കുറഞ്ഞു. ഉള്ള വെള്ളം മലിനവുമാണ്. കോഴിക്കോട് നിന്നെത്തിയ CWRDM ശാസ്ത്രജ്ഞർ നടത്തിയ പരിശോധനയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച തൊണ്ടർനാട് പഞ്ചായത്തിലെ കിണറുകളിൽ 80% കോളിഫോം ബാക്ടീരിയ കലർന്നതാണെന്ന് കണ്ടെത്തിയിരുന്നു. വെള്ളത്തിൽ 80% കോളിഫോം ബാക്ടീരിയയുടെ അളവ്. കക്കൂസുകളും കിണറുകളും തമ്മിലുള്ള അകലം തീരെ കുറവായതാണ് കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ വളരാൻ പ്രധാന കാരണം. ആരോഗ്യവകുപ്പ് അധികൃതർ ഊർജിത ബോധവൽക്കരണ പ്രതിരോധ പ്രവർത്തനമാണ് തൊണ്ടർനാട് പഞ്ചായത്തിൽ നടത്തുന്നത്. ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് കിണറുകളും ജലാശയങ്ങളും ക്ലോറിനേറ്റ് ചെയ്യുക, പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നവർക്ക് ക്ലോറിൻ ടാബ്ലറ്റ് നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് നടത്തിയത്. മഞ്ഞപ്പിത്തം ജലജന്യ രോഗമായതിനാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കാനാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. കാർഷിക വായ്പ തിരിച്ചടവ് മുടങ്ങിയ കർഷകരുടെ ഭൂമി ബ്ലേഡ് കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് ജപ്തി ചെയ്യാൻ ശ്രമിച്ചാൽ ഭൂമി വിലയ്ക്ക് വാങ്ങാൻ വരുന്നവരെ കൃഷിയിടത്തിൽ കയറാൻ അനുവദിക്കില്ലെന്ന് കർഷകരക്ഷാ സമിതി. വായ്പ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം വസൂലാക്കാനുള്ള ബാങ്കുകളുടെ ഗൂഢശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും കാർഷിക മേഖലയിലെ പ്രതിസന്ധി മൂലം ദുരിതത്തിലായ കർഷകരുടെ ഭൂമി ജപ്തി ചെയ്യാൻ ശ്രമിച്ചാൽ നേരിടുമെന്നും സമിതി വ്യക്തമാക്കി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും വരൾച്ചയും കൃഷിനാശവുമാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങാൻ കാരണം. എന്നാൽ ഇത് മനസ്സിലാക്കാതെയാണ് ദേശസാൽകൃത സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ വായ്പാ കുടിശ്ശികയുടെ പേരിൽ കർഷകരുടെ വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തി പണമടപ്പിക്കാൻ ശ്രമിക്കുന്നത്. സർക്കാർ തന്നെ മൊറട്ടോറിയം ഉൾപ്പെടെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് കർഷകരുടെ വായ്പകൾ പലിശയും മുതലും കൂട്ടി പുതുക്കി അടപ്പിക്കുന്നതെന്നും
ഇതുമൂലം കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന യാതൊരുവിധ പാക്കേജുകളും കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നും സമിതി പറഞ്ഞു. ഇതിനു പുറമെയാണ് സർഫാസി ആക്ട് ഉപയോഗിച്ച് കോടതി മുഖേന കർഷകരുടെ ഭൂമി ബാങ്കുകൾ ലേലം ചെയ്ത് വിൽക്കാൻ ശ്രമിക്കുന്നത്. ചില കൊട്ടേഷൻ ബ്ലേഡ് സംഘങ്ങളെ കൂട്ടുപിടിച്ചാണ് കുറഞ്ഞ വിലയ്ക്ക് ഭൂമികൾ ലേലം ചെയ്യാൻ ശ്രമിക്കുന്നത്. അന്യ ജില്ലകളിൽ നിന്നുള്ളവർ പോലും ഭൂമി ലേലമെടുക്കാൻ എത്തുന്നത് ചില ബാങ്കുകളിലെ ഉദ്യോഗസ്ഥന്മാരുമായുള്ള ധാരണ പ്രകാരമാണ്. ഇത്തരക്കാരെ ജനകീയമായി നേരിടുമെന്നും ജില്ലയിൽ ബിനാമികളെ ഉപയോഗിച്ച് ഇതിനകം തന്നെ നിരവധി ഭൂമികളാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നതെന്നും സമിതി ചൂണ്ടിക്കാട്ടി. ചില രാഷ്ട്രീയ കക്ഷി നേതാക്കളും ബിനാമികളെ ഉപയോഗിച്ച് ഭൂമി തട്ടിയെടുക്കാൻ നീക്കങ്ങൾ തുടർന്നാൽ ഇവരുടെ വീടിന് മുന്നിൽ വായ്പക്കാരനെയും കൂട്ടി സമരം നടത്തുവാനും കർഷക രക്ഷാസമിതി യോഗം തീരുമാനിച്ചു. ബൈജു അബ്രഹാം അധ്യക്ഷനായിരുന്നു. സനൽകുമാർ, റിയാസ് മുഹമ്മദ്, വേലായുധൻ, കുഞ്ഞിക്കണ്ണൻ, കൃഷ്ണൻകുട്ടി, ചന്ദ്രകുമാർ, ബാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, നാരായണൻ എന്നിവർ സംസാരിച്ചു. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ആദിവാസി വൃദ്ധ ദമ്പതികൾക്ക് സഹായഹസ്തവുമായി ജനതാദൾ എസ് രംഗത്ത്. വാർദ്ധക്യത്തിൽ സംരക്ഷിക്കാനാളില്ലാതെ കഠിന ദുരിതത്തിൽ കഴിയുന്ന നെന്മേനി നല്ലൂർ കോളനിയിലെ കറുപ്പൻ കുപ്പി ദമ്പതികൾക്കാണ് അരിയും മറ്റു ഭക്ഷ്യവസ്തുക്കളുമായി ജനതാദൾ എസ് ദേശീയ സമിതി അംഗം PM ജോയി, മഹിളാ ജനതാദൾ ജില്ലാ ജനറൽ സെക്രട്ടറിയും നെന്മേനി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സർല ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ എത്തിയത്. അബ്ദുൽ ഗഫൂർ, KP വാസു, ലെനി സ്റ്റീഫൻ, അഫ്സർ, SK ദേവകുമാർ, അരുൺ ശിഹാബ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കറുപ്പൻ കുപ്പി ദമ്പതികളുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് വയനാട് ന്യൂസ് നൽകിയ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ജനതാദൾ എസ് സഹായഹസ്തവുമായി രംഗത്തെത്തിയത്. ഇനി എല്ലാ മാസവും ദമ്പതികൾക്ക് കഴിയാനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കുമെന്ന് PM ജോയി പറഞ്ഞു. ആദ്യമായിട്ട് പറയാനുള്ളത്, ബ്ലോക്ക് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുണ്ട്. അടിയന്തരമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ പരാതി കൊടുത്തുകൊണ്ട് ആ കരാറുകാരൻ ആരാണെന്ന് മനസ്സിലാക്കി ആ കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കുന്നതിനുള്ള ബന്ധപ്പെട്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പരാതി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ജനതാദൾ എസ് ചീരാൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുക. അതുപോലെ തന്നെ ഇവിടെ വളരെ ഇത്തരത്തിലൊരു അവസ്ഥ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ അടുത്തിടയ്ക്ക് വന്ന പത്രങ്ങളിലും മീഡിയകളിലും വന്നിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ഞങ്ങൾ ഈ കുടുംബത്തിന് അവരുടെ ഒരു മാസക്കാല അളവിലേക്കുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അരിയും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ഞങ്ങൾ ഇന്നിവിടെ പാർട്ടി സമാഹരിച്ചുകൊണ്ട് സംഭാവന ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി തുടർന്ന് ഇവരുടെ രോഗം ഭേദമാകുന്ന ആ കാലഘട്ടം വരെ എല്ലാ മാസവും അവർക്ക് ആവശ്യമായിട്ടുള്ള അരിയും ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി ചീരാൽ പഞ്ചായത്ത് ജനതാദൾ കമ്മിറ്റി ഇന്ന് തീരുമാനമെടുക്കുകയാണ്. സുരക്ഷാഭിത്തി ഇല്ലാത്തതിനാൽ വീടുകളുടെ നിലനിൽപ്പ് അപകടത്തിലായി ഒരു പ്രദേശം. കൽപ്പറ്റ ചെനമരം കോളനിയിലെ 10ഓളം കുടുംബങ്ങളാണ് ഭീതിയോടെ ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത്. മതിൽ കെട്ടാൻ ഫണ്ട് അനുവദിച്ചിട്ടും നഗരസഭാ അധികൃതർ ഇക്കാര്യത്തിൽ കാട്ടുന്ന അനാസ്ഥയാണ് കൈതക്കൊല്ലിക്കടുത്തുള്ള ചെനമര കോളനിയിലെ കുടുംബങ്ങൾക്ക് വിനയാകുന്നത്. മുനിസിപ്പാലിറ്റിയിൽ പല പ്രാവശ്യം പോയി. ഓരോ തവണ പോയാലും എല്ലാം ശരിയായിട്ടുണ്ട്, അടുത്ത തവണ പണി തുടങ്ങും എന്ന് പറയും. 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ തന്നെ മണ്ണെല്ലാം പോയി. ഇനി മഴയും കൂടിയായാൽ വീടിന് തൊട്ടരികിലെ താഴ്ന്ന ഭാഗം നോക്കി രാമൻ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ മാർച്ചും കഴിഞ്ഞ് ഈ മാർച്ചുമായി. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെന്ന് സാറിനെ കണ്ട് വിവരം പറഞ്ഞു. സാറിനെ കണ്ട് വിവരം പറയുമ്പോൾ സാറ് പറഞ്ഞു, അതിനെന്താ നമുക്ക് ഉടനെ കിട്ടിക്കാലോ, ഈ മാർച്ച് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞു. ഈ മാർച്ചും കഴിഞ്ഞിട്ടും പണി തുടങ്ങില്ല, വരുന്നില്ല. എടുക്കാം ഇതേ പറയുന്നുള്ളൂ, വേറൊരു വിവരം പറയുന്നില്ല. പൈസ പാസ്സായി ഫണ്ട് ഉണ്ട് എന്നാ പറയുന്നത്. കാരണം ഇവിടെ എത്തിക്കാരായ ഞങ്ങൾ 3 വീട്ടുകാരെയാണ്. പൈസ അവര് പറയുന്നില്ല. അത് കോൺട്രാക്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ ആർക്കും അറിയാം. മഴക്കാലത്തിന് മുമ്പ് മതിൽ കെട്ടിയില്ലെങ്കിൽ വീട് അപകടത്തിലാകുമെന്നുള്ള ആദിയാണ് രാമന്. 1.5 വർഷം മുമ്പാണ് ഭിന്നശേഷിക്കാരൻ കൂടിയായ രാമൻ ട്രൈബൽ ഭവന പദ്ധതിയിൽ വീട് വെച്ചത്. സ്ഥലം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അപകട ഭീഷണി കണക്കിലെടുത്ത സുരക്ഷാഭിത്തി കെട്ടാനും ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ വർഷം 1 കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഒരു തുടർ നടപടിയും നഗരസഭാ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന വീടുകളും ഇതേ അപകടസ്ഥിതിയിൽ തന്നെയാണുള്ളത്. കഴിഞ്ഞ മഴയിലും വേനൽ മഴയിലുമായി മണ്ണ് കുത്തിയൊലിച്ച പല വീടുകളുടെയും ചുമരുകളുടെ അടുത്തുപോലും കുഴിയായി തുടങ്ങി. അപകടം പതിയിരിക്കുന്നതിനാൽ കുട്ടികളെ പുറത്തിറക്കാൻ പോലും സാധിക്കില്ല. ഇനിയും മണ്ണിടിഞ്ഞാൽ വീടടക്കം താഴോട്ട് പതിക്കും. ഇത് തൊട്ടടുത്ത വീടിനും അപകടമാണ്. അതേസമയം കോൺട്രാക്ടർമാരെ കിട്ടുന്നില്ലെന്നും സാധനങ്ങൾ കിട്ടുന്നില്ലെന്ന തടസ്സവാദങ്ങളാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. എന്നാൽ വർഷം 1 പിന്നിട്ടിട്ടും നഗരസഭാ അധികൃതർ ഈ കുടുംബങ്ങളുടെ കണ്ണീര് കാണാൻ തയ്യാറായിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം. അനുപൂർഗീസ്,
വയനാട് ന്യൂസ്, കൽപ്പറ്റ. പോസ്റ്റ് ഓഫീസ് ATMകളിൽ ബാങ്കുകളുടെ ATM കാർഡ് ഉപയോഗിക്കുന്നതിന് തപാൽ വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തി. ബാങ്കുകളുടെ കാർഡുകൾ തപാൽ ATMൽ 5-ൽ കൂടുതൽ തവണ ഉപയോഗിക്കുകയാണെങ്കിൽ 23 രൂപ സേവന നിരക്ക് ഈടാക്കുമെന്ന് സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് പറഞ്ഞു. പോസ്റ്റ് ഓഫീസ് ATMകളിൽ റൂപേ കാർഡ് എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാം. പോസ്റ്റൽ റൂപേ കാർഡ് ഉപയോഗിച്ച് മറ്റു ബാങ്കുകളുടെ ATM കൗണ്ടറുകളിൽ നിന്ന് എത്ര തവണ വേണമെങ്കിലും സൗജന്യമായി പണം പിൻവലിക്കാമായിരുന്നു. ഇത് തുടർന്നതോടെ പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾക്ക് ബാങ്കുകൾ നിരക്ക് ഏർപ്പെടുത്തി. നിശ്ചിത പരിധിയിൽ കൂടുതൽ ഇടപാടുകൾ തപാൽ റൂപേ കാർഡ് ഉപയോഗിച്ച് നടത്തുന്നതിന് ബാങ്കുകൾ 23 രൂപയാണ് സേവന നിരക്ക് ഈടാക്കിയത്. ഇതിനെ തുടർന്നാണ് ബാങ്ക് കാർഡുകൾ പോസ്റ്റ് ഓഫീസ് ATMൽ ഉപയോഗിക്കുന്നതിന് തപാൽ വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ജില്ലയിലെത്തുന്ന വിനോദസഞ്ചാരികൾ നോട്ടുക്ഷാമത്താൽ വലയുന്നു. മധ്യവേനൽ അവധി തുടങ്ങിയതോടെ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സന്ദർശകരുടെ ഒഴുക്കാണ്. കറൻസി ക്ഷാമം വിനോദസഞ്ചാരികളുടെ വരവിനെ ബാധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റിസോർട്ട് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു. വിശേഷ ദിവസങ്ങളിൽ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് സന്ദർശകർ ധാരാളമായി എത്തുന്ന സമയമാണ്. ATMകളിൽ പണമില്ലാത്തതിനാൽ ഇവരിൽ പലരും വെട്ടിലായിരിക്കുകയാണ്. നോട്ട് ക്ഷാമം തുടർന്നാൽ വിനോദസഞ്ചാര മേഖലയിൽ വൻ തിരിച്ചടിയുണ്ടാകും. ഈസ്റ്ററും വിഷുവും കഴിഞ്ഞിട്ടും ATMകളിൽ പണം നിറയ്ക്കാൻ നടപടിയില്ല. ജില്ലയിലെ ഭൂരിഭാഗം ATMകളിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പണം നിറച്ചിട്ടില്ല. പണം എടുക്കാനാവാതായതോടെ ആളുകൾ ഏറെ പ്രയാസത്തിലാണ്. വിഷു, ഈസ്റ്റർ ദിവസങ്ങളിലും ATMകൾ കാലിയായിരുന്നു. നവംബർ, ഡിസംബർ മാസങ്ങളിലുണ്ടായ നോട്ട് പ്രതിസന്ധിക്ക് സമാനമായ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ATMകളിൽ പണമില്ലാതായതോടെ ബാങ്കുകളിൽ കഴിഞ്ഞ ദിവസം ഇടപാടുകാരുടെ വൻ തിരക്കായിരുന്നു. 100-ന്റെയും 500-ന്റെയും നോട്ടുകൾക്ക് കടുത്ത ക്ഷാമമാണിപ്പോൾ. റിസർവ് ബാങ്ക് പണം അനുവദിക്കുന്നില്ലെന്നാണ് ബാങ്കുകൾ പറയുന്നത്. ഇക്കാരണത്താൽ ATM കൗണ്ടറുകളിൽ പണം നിറക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് ചില ബാങ്കുകൾ. വയനാട്ടിൽ 136 ATMകളാണുള്ളത്. കറൻസി ക്ഷാമത്താൽ ബാങ്കുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റുകയാണ്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ബത്തേരി മാനിക്കുനിയിൽ ഇന്നലെ രാത്രിയിൽ KSRTC ബസ് ദേഹത്ത് കയറി മരിച്ച ആളെ തിരിച്ചറിഞ്ഞു. കണ്ണൂർ ആറളം ഫാമിലെ കുഞ്ഞിരാമന്റെ മകൻ ബാലനാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ പുൽപ്പള്ളിയിൽ നിന്നും കയറി മീനങ്ങാടിക്ക് ടിക്കറ്റ് എടുത്ത ഇയാൾ ബത്തേരി മാനിക്കുനിയിൽ ഇറങ്ങുകയായിരുന്നുവത്രേ. തുടർന്ന് ബസ് മുന്നോട്ടെടുത്തപ്പോൾ നിലത്തു വീണ ഇയാൾ ബസ്സിനടിയിൽപ്പെടുകയും പിൻചക്രം ദേഹത്തുകൂടെ കയറി ഇറങ്ങുകയുമായിരുന്നു. മൃതദേഹം ബത്തേരി സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജില്ലയിൽ നെൽകൃഷിയിൽ വൻ വർധന. മുൻവർഷത്തേക്കാൾ 150 ഏക്കറിലാണ് ഇത്തവണ കൂടുതലായി തരിശുനിലങ്ങളിൽ നെൽകൃഷി നടത്തിയത്. ജില്ലയിലെ തരിശു നെൽകൃഷി കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചു. ഉപയോഗശൂന്യമായ പാടം കൃഷിക്കനുയോജ്യമാക്കുന്ന ഫാലോ ലാൻഡ് കൾട്ടിവേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തരിശുനിലങ്ങളിൽ നെൽകൃഷി നടത്താനുള്ള സർക്കാരിന്റെ ശ്രമമാണ് പുതുപ്രതീക്ഷ നൽകുന്നത്. മുൻവർഷത്തേക്കാൾ 150 ഏക്കറിലാണ് ഇത്തവണ കൂടുതലായി തരിശുനിലങ്ങളിൽ നെൽകൃഷി നടത്തിയത്. സർക്കാർ സബ്സിഡി നൽകിയാണ് നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 2015-16 വർഷം 42 ഹെക്ടർ തരിശുനിലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നത് 2016-17 95.55 ഹെക്ടറായി ഉയർന്നു. പനമരം ബ്ലോക്കിൽ 27.8 ഹെക്ടറിലും കൽപ്പറ്റയിൽ 21.2 ഹെക്ടറിലും ബത്തേരിയിൽ 16.15 ഹെക്ടറിലും മാനന്തവാടിയിൽ 30.34 ഹെക്ടറിലും തരിശു നെൽകൃഷി വ്യാപിച്ചു. ജലദൗർബല്യം പൊതുവിൽ നെൽകൃഷിയെ സാരമായി ബാധിക്കുമ്പോഴാണ് തരിശു നെൽകൃഷിയിൽ വർധനവുണ്ടായിരിക്കുന്നത്. നെൽവയലുകളായിരുന്ന ജില്ലയിലെ നിരവധി സ്ഥലങ്ങൾ കാലക്രമേണ ദീർഘകാല വിളകളായ തെങ്ങ്, കമുങ്ങ് എന്നിവയാൽ നിറഞ്ഞു. പിന്നീട് ഇതിൽ നിന്നും കാര്യമായ ഉൽപ്പാദനമൊന്നും ലഭിക്കാതെ ഉടമകൾ പാട്ടത്തിന് കൊടുക്കുകയാണ്. ഇത്തരം നെൽപ്പാടങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. തരിശുനിലങ്ങളിൽ കൃഷി ചെയ്യാൻ കർഷകരും തയ്യാറാകുന്നത് ശുഭസൂചകമാണ്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. വേനൽ മഴ പെയ്തിട്ടും ഇഞ്ചി വിത്തിന് ആവശ്യക്കാർ എത്താത്തത് ഇഞ്ചി കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഇഞ്ചിയുടെ വിലയിടിവിനെ തുടർന്ന് വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന വിത്തിഞ്ചി വാങ്ങാൻ ആവശ്യക്കാർ എത്താത്തതാണ് ഇഞ്ചി കർഷകർക്ക് വിനയായത്. നടീൽ സീസണിൽ വിത്തിഞ്ചിക്ക് നല്ല വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. ഇഞ്ചിയുടെ വിലയിടിവിനെ തുടർന്നാണ് ആവശ്യക്കാർ എത്താത്തത്. വിത്തിഞ്ചിക്ക് 2000 രൂപയ്ക്ക് പോലും വാങ്ങാൻ ആളില്ല. മുൻവർഷങ്ങളിലെല്ലാം നടീൽ സീസണിൽ വിത്ത് വാങ്ങാൻ പരക്കം പാഞ്ഞിരുന്നു കർഷകർ. ഇഞ്ചിയുടെ വിലയിടിവും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം കൃഷിയിൽ നിന്ന് പിന്മാറുകയാണ് പലരും. മുൻവർഷങ്ങളിൽ ഇഞ്ചി വില കുറഞ്ഞപ്പോൾ പോലും വിത്തിഞ്ചിക്ക് നല്ല വില ലഭിക്കാറുണ്ടായിരുന്നു. ഇത്തവണ ഇഞ്ചി വിത്ത് അന്വേഷിച്ച് ആരും വരുന്നില്ല. ഇഞ്ചിയുടെ വൻ വിലയിടിവാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. വർദ്ധിച്ച കൂലിച്ചിലവും കീടബാധയും വിളവ് കുറവും മണ്ണിന്റെ ഘടനാമാറ്റവും ഇഞ്ചി കൃഷിയിൽ നിന്ന് കർഷകരെ പിന്മാറാൻ പ്രേരിപ്പിക്കുന്നു. മുള്ളൻകൊല്ലി, പുൽപ്പള്ളി മേഖലകളിൽ ഭൂരിഭാഗം കൃഷിയിടങ്ങളിലും പുതുമഴ പെയ്യുന്നതോടെ ഇഞ്ചി നട്ടിരുന്ന കർഷകർ ഇഞ്ചി കൃഷിയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുന്ന സാഹചര്യമാണ്.
വരൾച്ചയും സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലാളി ക്ഷാമവും ഇഞ്ചിയുടെ വിലയിടിവുമാണ് വിത്തിഞ്ചിക്ക് ആവശ്യക്കാരില്ലാതാകാൻ കാരണം. കുടകിൽ നിന്നും മറ്റും കൊണ്ടുവന്ന ലോഡ് കണക്കിന് ഇഞ്ചി വിത്താണ് മുളച്ച് കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിൽക്കുന്നത്. ഇഞ്ചിക്ക് ആവശ്യക്കാരില്ലാതെ വന്നാൽ സാധാരണ വിലയ്ക്ക് പൊതുമാർക്കറ്റിൽ കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. നേരത്തെ ഇഞ്ചി പറിച്ചതിനാൽ ഇഞ്ചിയുടെ നീര് കുറഞ്ഞതും തൂക്കക്കുറവിന് കാരണമാകും. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. വിയറ്റ്നാമിൽ നിന്ന് ഇറക്കുമതി വീണ്ടും തുടങ്ങി. കുരുമുളക് വില ഇടിയുന്നു. അൺഗാർബിൾഡ് കുരുമുളകിന് 58,700 നിന്ന് 58,300 രൂപയായും ഗാർബിൾഡ് കുരുമുളകിന് 61,700 നിന്ന് 61,300 രൂപയായും വില കുറഞ്ഞു. വിയറ്റ്നാമിൽ ഇത്തവണ ഉൽപാദനം കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ വിയറ്റ്നാമിൽ നിന്ന് കുരുമുളക് ഇറക്കുമതി വൻതോതിൽ ഉണ്ടാകുമെന്നാണ് വ്യാപാര കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ഇറക്കുമതിയുടെ ആദ്യഘട്ടത്തിൽ 64 ടൺ കുരുമുളക് കഴിഞ്ഞ ആഴ്ച കൊച്ചിയിലെത്തിയിരുന്നു. വിയറ്റ്നാമിൽ $5,250 കുരുമുളകിന്റെ വില. 60% ഡ്യൂട്ടി നൽകി ഇറക്കുമതി നടത്തിയാലും കിലോയ്ക്ക് 550 രൂപയ്ക്ക് ഇന്ത്യയിൽ എവിടെയും വിൽക്കാൻ കഴിയും. വിയറ്റ്നാമിൽ 2 ലക്ഷം ടണ്ണോളം ഉൽപാദനം ഉണ്ടാകുമെന്നാണ് കണക്ക്. ഇറക്കുമതി തുടർന്നാൽ കർഷകരെയും വ്യാപാരികളെയും അടക്കം വ്യാപകമായി ബാധിക്കും. തമിഴ്നാട്, കർണാടക, കേരളം എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചി വിപണിയിൽ നിത്യവും 25 മുതൽ 30 ടൺ വരെ കുരുമുളക് എത്തുന്നുണ്ട്. ഇത്തവണ കുരുമുളക് വില വിളവെടുപ്പ് സീസൺ ആരംഭിച്ചതു മുതൽ കുറഞ്ഞു വരികയായിരുന്നു. പ്രതികൂല ഘടകങ്ങളാൽ കുരുമുളക് ഉൽപാദനം സംസ്ഥാനത്ത് കുറഞ്ഞു വരികയാണ്. കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഇടുക്കിയിലും വയനാട്ടിലും ഇത്തവണ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. രോഗകീടബാധകളും മറ്റും കൃഷിയുടെ അളവ് കുറച്ചു. ഇതിനിടെയാണ് വിലയിടിവും ഉണ്ടായിരിക്കുന്നത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ഒഴക്കൊടി നാഷണൽ വായനശാലയുടെ 65-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷത്തെ പരിപാടികൾ OR കേളു MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AV മാത്യു അധ്യക്ഷനായിരുന്നു. ആദ്യകാല പ്രവർത്തകരെ ആദരിക്കൽ, കലാകായിക മേള, സെമിനാറുകൾ, ബാലസംഗമം, വനിതാ സംഗമം, ആദിവാസി മേള എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. നഗരസഭാ കൌൺസിലർമാരായ ശാരദാ സജീവൻ, പുഷ്പരാജൻ, CP ഗോപാലൻ, KP ശശിധരൻ എന്നിവർ സംസാരിച്ചു. ഭാരതീയരുടെ ഭക്തിജ്ഞാന കർമ്മധ്യാന ഈശ്വരാന്വേഷണ രീതികൾക്ക് ആധുനിക ശാസ്ത്രത്തിന്റെ പിൻബലമുണ്ടെന്ന് പ്രമുഖ ആധ്യാത്മിക സാംസ്കാരിക പ്രഭാഷകൻ രാഹുൽ ഈശ്വർ. എല്ലാ മതങ്ങളും അജ്ഞത അകറ്റാനും വെളിച്ചത്തിലേക്ക് പ്രയാണം ചെയ്യാനുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചീരാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വിഷു മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഹൈന്ദവം മാത്രമല്ല, ക്രൈസ്തവവും ഇസ്ലാമികവും ബൗദ്ധവും അടക്കം എല്ലാ മതങ്ങളിലെയും അടിസ്ഥാന ആത്മീയ പ്രമാണം എന്താ, അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അഡ്വക്കേറ്റ് PC ഗോപിനാഥ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CA വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. വയനാട് ന്യൂസ്, ചീരാൽ. ഇനി എഡിറ്റേഴ്സ് ചോയ്സ്. മലങ്കര തുടിതാളം നാടൻ കലാസംഘത്തിന്റെ ദ്രാവിഡ സംഗീത വഴിയിൽ പ്രശസ്തിയിലേക്ക് പടർന്നു കയറുകയാണ് ചുള്ളിയോട് വണ്ണത്തറ ആദിവാസി കോളനിയിലെ ചന്ദ്രു എന്ന ചന്ദ്രൻ. ഇതിനിടെ 2 ആൽബങ്ങളിൽ പാടിക്കഴിഞ്ഞ ചന്ദ്രു ആദിവാസികളുടെ തനത് കരകൗശല ശില്പവിദ്യകളിലും അഭിനയകലയിലും ശിങ്കാരിമേളത്തിലും വൈദഗ്ധ്യം തെളിയിച്ചു കഴിഞ്ഞു. ചന്ദ്രുവിനെ പരിചയപ്പെടാം. ചീരാൽ ബ്യൂറോയ്ക്ക് വേണ്ടി AP ഷാജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ആദിവാസി ജനതയുടെ രക്തഞരമ്പുകളിൽ തുടിയും കുഴലുമായി കാലങ്ങളിലൂടെ പടർന്നെത്തിയ ദ്രാവിഡ സംഗീതമാണ് ചന്ദ്രുവിനെയും ഗായകനാക്കിയത്. അരുമയായി കുടഞ്ഞതാരേ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. കുട്ടിക്കാലത്ത് തന്നെ ചന്ദ്രുവിലെ ഗായകനെ തിരിച്ചറിഞ്ഞ സംഗീതകാരൻ പൗലോസ് ജോൺസൺ ആൽബങ്ങളിൽ ചന്ദ്രുവിന് അവസരം നൽകിയത് ഒരു ബ്രേക്കിംഗ് ആയി. കലാജീവിതത്തിന് പ്രചോദനമായത് പൗലോസ് ജോൺ സാറാണെന്ന് ചന്ദ്രു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഗാനഗന്ധർവൻ യേശുദാസന്റെ ആരാധകനാണെങ്കിലും ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കാനൊന്നും 31-ാം വയസ്സിലും ജീവിതത്തിന്റെ തത്രപ്പാടുകൾ ചന്ദ്രുവിന് അവസരം നൽകിയിട്ടില്ല. ആദിവാസികൾക്കിടയിൽ പ്രചാരത്തിലുള്ള നാടൻ പാട്ടുകൾ, നാടൻ കലകൾ ചന്ദ്രുവിന് നന്നായി വഴങ്ങുന്നുണ്ട്. തെളിഞ്ഞ ശാരീരമാണ് ചന്ദ്രുവിന്റെ സ്വത്ത്.
ലാലേ 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 വരുത്തിരാറ്റിലളവോട്ടേക്ക് പോവാ മീനുവോട്ടേക്ക് പോവാനു നാങ്ക വരുത്തിരാറ്റിലളവോട്ടേക്ക് പോവാ മീനുവോട്ടേക്ക് പോവാനു നാങ്ക ലാലേ ലാലേ. കലയുടെ ആകാരമാണ് ശരീരമെന്നതിനാൽ അഭിനയകലയിലും ചന്ദ്രു ശോഭിക്കുന്നു. മലങ്കര നെല്ലിൻചോട്ടിലെ തുടിതാളം നാടൻ കലാസംഘത്തിലെ പ്രമുഖ അംഗമാണ് ചന്ദ്രു. ശ്രേയസിന്റെ മുൻകൈയിൽ രൂപം കൊണ്ട തുടിതാളത്തിന്റെ പ്രധാന ശില്പികൾ പ്രജോതിരുളവും അനീഷുമാണ്. തുടിതാളത്തിന്റെ ശില്പികൾ തുടിതാളത്തിന്റെ വേദികളിൽ നിറഞ്ഞാടാൻ ചന്ദ്രുവിന് അവസരങ്ങൾ നൽകുന്നു. തെരുവു നാടകങ്ങൾ, ശിങ്കാരിമേളം എല്ലാത്തിലും ചന്ദ്രു നിറഞ്ഞാടുന്നു. വെളുക്കൻ നായ്ക്കത്തി ദമ്പതികളുടെ 2 മക്കളിൽ മൂത്തയാളാണ് ചന്ദ്രൻ. അനുജത്തിയുടെ വിവാഹം കഴിഞ്ഞു. ഗോത്ര സംസ്കാരത്തിന്റെ നിഴലു പറ്റിയുള്ള യാത്രക്കിടയിൽ ശ്രേയസുമായുള്ള ബന്ധം കോഴിക്കോടെ കിർത്താറ്റ്സുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ ചന്ദ്രുവിന് അവസരം നൽകി. ആധുനികതയിലേക്കുള്ള പ്രയാണത്തിനിടയിൽ ആദിവാസികളുടെ തനത് കരകൗശല വൈദഗ്ധ്യത്തിന്റെ സ്മാരകങ്ങളായിരുന്ന മുളംകുടിലുകൾ കാലം പൊളിച്ചു കളഞ്ഞെങ്കിലും ആ തനത് ഗോത്രശില്പ കരകൗശല സങ്കേതങ്ങൾ ചന്ദ്രു മനസ്സിൽ സൂക്ഷിക്കുന്നു. കിർത്താറ്റ്സിന്റെ ആവശ്യമനുസരിച്ച് ആദിവാസി കുടിലുകളും ഇതര കരകൗശല വസ്തുക്കളും ഡിസൈൻ ചെയ്യാൻ ചന്ദ്രു പങ്കെടുക്കാറുണ്ട്. അവയ്ക്ക് പ്രദർശനപരമായ മൂല്യമേ ഉള്ളൂവെങ്കിലും മനസ്സറിഞ്ഞാണ് ചന്ദ്രു പങ്കാളിയാകുന്നത്. ഏറെയൊന്നും പഠിക്കാതെ ഉദാസീനമായി നാം ഉപേക്ഷിച്ചു കളയുന്ന ആദിദ്രാവിഡമായ ആദി രൂപങ്ങളിലൊന്ന് ചന്ദ്രുവായി നമ്മോടൊപ്പം ആടിയും പാടിയും അങ്ങനെ നിറവേറുകയാണ്. അവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പൂവി മൃദു ചുംബനങ്ങൾ നൽകാ താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. വയനാട് ന്യൂസ്, ചീരാൽ. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/വയനാട് വിഷൻ/വീഡിയോസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/wv വയനാട് ന്യൂസ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 42 UAPA കേസുകൾ പിൻവലിച്ചേക്കും. DGP അധ്യക്ഷനായ വിദഗ്ധ സമിതി ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകി. ചെമ്പ്ര എസ്റ്റേറ്റ് ലോക്കൌട്ട് പ്രശ്നം വയനാട് MLA-മാർ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് IC ബാലകൃഷ്ണൻ. ഉപരോധ സമരം നാളെയും തുടരും. സാത്താൻ സേവയ്ക്കെതിരെ ഗവൺമെന്റും പൊതുസമൂഹവും അതിജാഗ്രത പാലിക്കണമെന്ന് രാഹുൽ ഈശ്വർ. വയനാട് ന്യൂസ് അന്വേഷണം. തൊണ്ടർനാട് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം, 80ഓളം പേർ ചികിത്സ തേടി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. പച്ചവെള്ളത്തിൽ പരക്കെ മനുഷ്യമാലിന്യം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ നിർദ്ദേശം. ആദിവാസി വൃദ്ധ ദമ്പതികൾക്ക് സഹായഹസ്തവുമായി ജനതാദൾ എസ്. നടപടി സഹായിക്കാൻ ആളില്ലാതെ നരകിക്കുന്ന പണിയ ദമ്പതികളെക്കുറിച്ചുള്ള വയനാട് ന്യൂസ് വാർത്തയെ തുടർന്ന് വിപരീത സാഹചര്യങ്ങളിലും ജില്ലയിൽ നെൽകൃഷിയിൽ വൻ വർധന. 150 ഏക്കർ തരിശു നിലങ്ങളിൽ അധിക നെൽകൃഷി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.